സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എസ് ഗൈസ്, ഇന്ന് നമുക്ക് GoPro 13 ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് GoPro 13 ആൻഡ് ഇത് ഫ്രീ ആയിട്ട് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് ഇടുന്നല്ല, സത്യം പറഞ്ഞുതരാം. എനിക്ക് വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയാണെങ്കിൽ കുറേ വർഷം കേസ് വീഡിയോ ബൈക്ക് ഓടിക്കുമ്പോൾ ബൈക്കിൻ്റെ വ്യൂ ഉണ്ടാവില്ല, അല്ലാണ്ട് വേറെ ഷോട്ട്സ് മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ GoPro ഇല്ലാത്തതുകൊണ്ട്. സോ ഫറൂഖ് എന്ന് പറഞ്ഞ ബ്രോ എനിക്കിതാ ഇത് കുറച്ച് ദിവസം യൂസ് ചെയ്യുന്നതിനോടാണ്, അതായത് കേസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബ്രോന് ആവശ്യമുള്ളപ്പം ചോദിക്കാന്ന് പറഞ്ഞാൽ അതുവരെ കേസ് എനിക്കിത് മൊത്തം യൂസ് ചെയ്യുന്നത് അത് GoPro 13. എനിവേ താങ്ക്സ് ബ്രോ, ഭയങ്കര താങ്ക്സ്. പിന്നെ Daytona 675 ആണ് ബ്രോൻ്റെ ഉള്ളത്. എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾ പോയി ചാനൽ ചെക്കൗട്ട് ചെയ്യുന്നതാണ്. ഞാൻ കേസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേ കേസ് നമുക്ക് കൂടുതൽ ലാഗോട്ട് ചെയ്യാം, നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. ഇനി താങ്ക്സ് ഫറൂഖ് ബ്രോ അഗെയിൻ. എന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം കേസ്. എന്താല്ലേ ഇതാണ് ബോക്സ്, സംഭവം കിട്ടില്ലോ കേസ്. ബോക്സ് എന്ന് വെച്ചാൽ ഈ ബോക്സ് മാത്രം എടുക്കുന്ന പരിപാടിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഫുൾ ഇത് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് ബോക്സ് കാണുന്നത്. എന്താ ഗൈസ്, ഫസ്റ്റ് തന്നെ എനിക്ക് നേരെ എൻ്റെ ഗിംബൽ എടുക്കാം. ഗിംബൽ ഗൈസ്, ഇത് സാധനം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിട്ട് തോന്നും, പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് മാറ്റി ഗൈസ് നമുക്ക് നേരെ ഈ ക്യാമറയിലോട്ട് വരാം. ഗൈസ്, ഇതാണ് GoPro 13. ഗൈസ് ഒരു കിഡിലായിട്ടുള്ള സംഭവമാണ്. ലൈക്ക് ഇതിനകത്ത് ഇപ്പം എന്താ ആപ്പ് ഉണ്ട്. സോ ഇതിനകത്ത് ഡയറക്റ്റ് വീഡിയോ നേരെ നമുക്ക് ഫോണിൽ എടുക്കാൻ പറ്റും. വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല ഗൈസ്, വൈഫൈ മാത്രം കണക്ട് ചെയ്താൽ മതി. നമുക്ക് ഇനി കേസ് ക്യാമറ കൂടെ മാറ്റി വയ്ക്കാം. ആൻഡ് ബാക്കി സംബന്ധിച്ചിട്ടുള്ള കേസ് 2 ബാറ്ററീസ് കൊടുത്തിട്ടുണ്ട്. സോ 2 ബാറ്ററി മാറ്റി ഇടാം. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളും, സ്റ്റിക്കേഴ്സ് അല്ല ലൈക്ക് മൗണ്ട് ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു മൗണ്ട് ഹോൾഡ് ഓക്കെ ആവില്ല എന്ന് തോന്നുന്ന കേസ് ഞാൻ ഇതുവരെ ടെസ്റ്റ് ആക്കിയിട്ടില്ല. പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ആക്കുന്നതാണ്. എനിക്കൊരു ഹോൾഡർ മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ വിട്ടിരിക്കുക കേസ്, അതിപ്പോൾ എടുക്കണം. എന്താ സോ ഇതാണ് ക്യാമറ. സോ ഇതിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് നേരെ ഞാൻ അതിനകത്ത് ബാറ്ററി ഇട്ടിട്ട് ഓണാക്കി കാണിച്ചു തരാം കേസ്. സോ അങ്ങനെ ആ ബാറ്ററി ഇടാൻ പോവാണ് ഞാൻ വരുന്നത്. സോ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ ക്ലോസ് ചെയ്ത് ഞാൻ സംഭവം കഴിഞ്ഞ്. പിന്നെ കേസ് ആ പവർ ബട്ടൺ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ടാപ്പ് അടിച്ചാൽ മതി. ഇതാ എൻ്റെ ക്യാമറ വരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഡിസ്പ്ലേ ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്നതല്ല ഇവിടെ കാണാവുന്നതാണ്. കണ്ടില്ലേ കേസ്, എൻ്റെ ഫോണിൻ്റെ ക്യാമറ ആണെങ്കിൽ കാണുന്ന ഡിസ്പ്ലേ കൂടെ. ആൻഡ് ഗൈസ് ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്നെയും കാണാൻ പറ്റുന്നത്. ഹൈ ഗൈസ്, മെസ്സേജ് ഒന്ന് അപ്ഡേറ്റ് സെറ്റ് മാനുവലി ഇതെല്ലാം കൊടുത്തേക്കാം. എനിവേ ഗൈസ് അപ്ഡേറ്റ് കാരണം വന്നിട്ടുണ്ട്, ടൈമും സംഭവങ്ങളെല്ലാം ഓക്കെ. സോ ഗൈസ് ഇപ്പോൾ നമുക്ക് എന്നെ കാണാൻ കിട്ടില്ല ക്ലാരിറ്റിയാണ്, മനസ്സിലായില്ലേ ഇത് മൊത്തത്തിൽ. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വ്ളോഗ് എടുക്കാനൊക്കെ ഭയങ്കര ഉപയോഗമാണ്. സോ നിങ്ങൾക്ക് അറിയാം ഗൈസ്. പിന്നെ വ്ളോഗിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഈ സാധനം എന്തുകൊണ്ട് ബെസ്റ്റാണ്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി സിറ്റുവേഷൻ, എൻ്റെ ക്യാമറ ഇല്ലാത്തപ്പോഴാണ് ഈ സാധനം കിട്ടിയത്, മനസ്സിലായില്ലേ. അതായത് എനിക്ക് ബൈക്കിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാത്ത സമയത്ത് അപ്പോൾ ഇത് ഭയങ്കര ഉപകാരമാണ്. ഇതുണ്ടെങ്കിൽ ബൈക്കിൻ്റെ വീഡിയോ നൈസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതായത് POV അല്ലെങ്കിൽ എൻ്റെ ഫോൺ ഹോൾഡർ ഉണ്ട്. എൻ്റെ ഫോൺ വെയിറ്റ് ആയിട്ട് ഞാൻ കഴുത്തൊടിഞ്ഞ് ചാവും, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. ഇൻവേസ് നമുക്ക് ഞാൻ ഈ ക്യാമറയിലോട്ട് വരാം. ഗൈസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ അകത്ത് ഗൈസ് ഇപ്പം ഞാൻ വീഡിയോ മോഡ് ഇട്ട് വെച്ചിരിക്കാം. അപ്പോൾ വീഡിയോ മോഡ് കഴിഞ്ഞിട്ട് അല്ലാണ്ട് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് ബൈക്ക് 2 എല്ലാം വെച്ചിട്ടുണ്ട്. കസ്റ്റമായിട്ടുള്ള മോഡ്സ് നമുക്ക് പ്രീസെറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ വന്ന് കൊടുക്കാൻ പറ്റും. ഇത് ഇപ്പം സാധാ വീഡിയോൻ്റെ 4K 60 linear plus വ്യൂ, ഇത് ബൈക്കർ വ്യൂവിൻ്റെയും കൂടെയാണ്. ബൈക്കർ വ്യൂ വരുമ്പോൾ കുറച്ച് വൈഡ് ആംഗിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഫുള്ള് വണ്ടി കവറാക്കാൻ വേണ്ടിയിട്ടാണ് ബൈക്കർ വ്യൂ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചാർജിങ്, പിന്നെ മെമ്മറി സ്പേസ് ആണെന്ന് തോന്നുന്നു. മെമ്മറി സ്പേസും കാര്യങ്ങളും. പിന്നെ അതേപോലെ തന്നെ കുറേ ചേഞ്ചസ് നമുക്ക് ഇതിൻ്റെ അകത്ത് എടുക്കാവുന്നതാണ്. ബേഴ്സ്, സ്ലോ മോഡ്, വീഡിയോ, ബൈക്കെല്ലാം ഞാൻ ഓരോന്ന് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഫറൂഖ് ബ്രോൻ്റെതും. ഞാൻ ഗൈസ് ഇത് മാറ്റിയിട്ട് നമുക്കിപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് എടുക്കാം ഗൈസ്. വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് 1 ടാപ്പ് ഇവിടെ പ്രസ് ചെയ്താലേ മതി. 1 ടാപ്പ് ചെയ്യുമ്പോൾ വീഡിയോ ക്ലിക്ക് ആവുന്നതാണ്. അതിന് കണ്ടില്ലേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ POV കൂടെ കാണിച്ചു തരാം. GoProൻ്റെ ഹൈ ഗൈസ്, നല്ല കിട്ടിലും ക്ലാരിറ്റി അല്ലേ ഇത്. പിന്നെ ഇതിനകത്ത് തനിയെ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. ഇതിനകത്ത് എക്സ്ട്രാ പൈസ കൊടുത്ത് കഴിഞ്ഞാൽ നൈസ് പാട്ടൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് GoProൻ്റെ ഇതിൽ. ഞാൻ ആപ്പിൽ പോയിട്ടാണ് ബാക്കി കാരണം ചെയ്യേണ്ടത്. നൈസ് ക്ലാരിറ്റിയാണ്. പിന്നെ ഗൈസ് നമുക്ക് ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആക്കാം. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആക്കിയിട്ട് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഈ സൈഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഫോട്ടോ ആക്കാൻ പറ്റും. സോ ഫോട്ടോ എടുക്കാം. ഇപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ചേഞ്ച് ആക്കി വീഡിയോ, പിന്നെ ലൈക്ക് ബാക്കി ടൈം ലാപ്സും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് നമ്മൾ മുകളിൽ നിന്ന് തേർഡ് സ്ലൈഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലൈഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ലൈക്ക് ബീപ്പ് സൗണ്ട് കുറയ്ക്കാനുള്ളതും, പിന്നെ ബാക്കി പെയർ ഡിവൈസ്, പ്രോ കൺട്രോൾസ് ആണെങ്കിൽ കഴിഞ്ഞാൽ മൊത്തം കൺട്രോൾസും കിട്ടത്തുള്ളൂ. പിന്നെ ലൈറ്റ് പെയിൻറ്റിങ് ഇതേതാ കുറേയൊക്കെ മോഡുണ്ടല്ലേ. ഓക്കെ, ടൈം ലാപ്സിൻ്റെ പ്രീസെറ്റാണ് കിടക്കണം. അതായത് ഓരോന്നിനും ഓരോ പ്രീസെറ്റ് ഉണ്ട്.
ചേഞ്ച് ആകട്ടെ വീഡിയോ. ഗൈസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗോപ്രോ, ഇതെല്ലാം മെയിനായിട്ട് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ബാക്കി അതിൻ്റെ ഫോട്ടോസ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത അത് വേണ്ട, അത് ഞാൻ രാത്രി വെറുതെ ഗൈസ് ചുമ്മാ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഉള്ള വീഡിയോ ആണ്. എനിവേ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൊരു മോഡ്സും കാര്യങ്ങളും വരുന്നത്. പിന്നെ സെറ്റിങ്സിലൊക്കെ പോയിട്ട് ബാക്കിയെല്ലാം മാറ്റാൻ പറ്റും. പിന്നെ ഗൈസ് ഫോട്ടോ മോഡ്സിൻ്റെ ഓരോൻ്റെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് കളറും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ചില ആൾക്കാർക്ക് ബൈക്കിംഗ് വീഡിയോസിൽ ഫുള്ള് സാധാ കളർ ഓപ്ഷൻ എടുത്തിട്ട് ഇവർ ലൈക്ക് എന്താ പറയുക നേരെ ഇത് ചെയ്യും കേസ്, ലൈക്ക് എന്താ പറയണ്ട കളർ ഗ്രേഡ് ചെയ്യും. അതാണ് ബെസ്റ്റ്. അത് കളർ ഗ്രേഡ് അത്യാവശ്യം ചെയ്യാൻ അറിയാവുന്ന ആളാണെങ്കിൽ ബെസ്റ്റായിട്ട് നൈസായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. നമുക്ക് നേരെ ഗൈസ് നമ്മുടെ ഗോപ്രോയിലോട്ട് നമുക്ക് ഇനി സ്വിച്ച് ചെയ്യാം അല്ലേ ഗൈസ്? ഗോപ്രോ സ്വിച്ച് ചെയ്യാം അല്ലേ? സോ ഗൈസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് തന്നെ ഗോപ്രോയിൽ കൂടെയാണ്. SKS ക്ലാരിറ്റി ഉണ്ടല്ലേ, നൈസ് അല്ലേ ഗൈസ്? ഇതിനകത്ത് ഏകദേശം കുഴപ്പമില്ലാത്ത മൈക്ക് കാണാൻ വരുന്നുണ്ട്, ശബ്ദം കേൾക്കാൻ പറ്റും. പക്ഷേ ഗൈസ് മൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അകത്ത് എൻ്റെ ഇപ്പോൾ മൈക്കില്ല. അതായത് ഓൾറെഡി ഒരു സോണിയുടെ മൈക്ക് ഗൈസിൻ്റെ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇതിനകത്ത് ഒരു മൊഡ്യൂൾ വേണം. അതിന് അറൗണ്ട് 4500 ആണെന്ന് തോന്നുന്നു. പിന്നെ അല്ലാണ്ട് 1500 കൊണ്ട് വേറൊന്നും കൂടെ ഉണ്ട്. അത് മേടിച്ചാൽ മാത്രമേ എൻ്റെ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മൈക്ക് കണക്റ്റാകത്തില്ല. ഞാൻ ട്രൈ അടിച്ച് നോക്കിയായിരുന്നു വേറെയൊക്കെ വെച്ചിട്ട്. വല്ലാതെ ഒരു ദിവസം വേണമെങ്കിൽ നോക്കണം ഗൈസ്, അല്ലെങ്കിൽ മൈക്ക് കണ്ടാകത്തില്ല. പക്ഷേ പ്രശ്നമല്ല, നമുക്ക് നേരത്തെ ക്യാമറയിലായിരുന്നു. അപ്പം ഇപ്പോൾ ക്യാമറ കിട്ടി. പിന്നെ എൻ്റെ മൈക്കും കൂടെ തന്നെ കുറച്ച് സെറ്റ് ആക്കി കഴിഞ്ഞാൽ നൈസ് ആവും ഗൈസ്. അല്ലെങ്കിൽ ഇതിലെ മൈക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിവേ ഗൈസ് അപ്പം ഇതാണ് എൻ്റെ ക്ലാരിറ്റി വരുന്നത്. ആൻഡ് എൻ്റെ ഫോൺ വൈസ് ഇപ്പോൾ ഫോണിൽ ഈ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ലൈക്ക് കാരണം ഇത് അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഫുള്ള് കഴുത്തേക്ക് താഴ്ന്നു ഗൈസ്. അപ്പോൾ ലൈക്ക് ഫോൺ പറന്നു എന്നൊരു പേടിയുണ്ട്. ഇപ്പോൾ ഫോൺ പോയി കഴിഞ്ഞാൽ തീർന്നു, ഇതിൻ്റെ ഫോൺ പോയി ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഗൈസ് ആ ഒരു പേടി വെച്ചിട്ട് ഞാൻ അതും ചെയ്തിട്ടില്ല. എനിവേ ഗൈസ് ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്ക് ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ ഗൈസ്? ഇപ്പോൾ ഇതിവിടെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാൻ പറ്റും മൗണ്ടിൽ. ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല, എൻ്റെ ക്യാമറ അല്ലേ ഗൈസ്. സോ ഫോണിൻ്റെ ആവശ്യം വരെ യൂസ് ചെയ്യുന്നില്ല ഞാൻ. അതുകൊണ്ട് എൻ്റെ ഹോൾഡർ മേടിച്ചിട്ടുണ്ട്. ഇനി തൊട്ട് വീഡിയോസ് എല്ലാം വരുന്നതായിരിക്കും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സൂപ്പർ ബൈക്സിൻ്റെ വീഡിയോസാണ് വരുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കേസ് ഒരു എന്താ പറയണ്ടത്, എനിക്ക് കുറച്ചുകൂടി ചെയ്യാൻ എഴുതുണ്ടാകത്തുള്ളൂ. എന്നാൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും കേസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ ഗെയിമിംഗ് വീഡിയോസ് നേരെ ഇനി ലൈക്ക് ബൈക്ക് വീഡിയോസിൽ വന്നതാണ്. നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിയാണ്. അത്യാവശ്യമല്ല നല്ലൊരു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും. കുറേ സൂപ്പർ ബൈക്സ് കൊണ്ടുവരുന്നതായിരിക്കും. എനിക്ക് നെക്സ്റ്റ് ടീമൊക്കെ ഉണ്ട് ഗൈസ്. എല്ലാ ലൈനിലും നല്ല കിട്ടുന്ന വണ്ടികളുണ്ട്. നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. എനിവേസ് പെട്ടെന്ന് തന്നെ ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ റെയർ ആയിട്ടുള്ള ഡേറ്റ് 675 വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. യെസ് ഗൈസ്, ഇത് ഈ ക്യാമറ ഓണർ, അതാണ് ഫറൂഖ് ബ്രൂവിൻ്റെ വണ്ടിയാണ്. അത് കുറച്ച് സെറ്റായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. എനിവേസ് സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ ഇതുവരെയും കാണുവാണെങ്കിൽ താങ്ക് യു ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ ബൈ, ലവ് യു. നെക്സ്റ്റ് വീഡിയോ കാണാം.